നമസ്കാരം. രാവിലെ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BJP നേതാക്കളായ നരേന്ദ്രമോദിയും അമിത് ഷായും തിരഞ്ഞെടുപ്പിൻ്റെ മറവിൽ ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഉത്തരാഖണ്ഡിൽ മോശം കാലാവസ്ഥ തുടർന്ന് വഴിതെറ്റി 2 മലയാളിയടക്കം ട്രക്കിംഗ് സംഘത്തിലെ 5 പേർ മരിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിൽ ഇനി വിട്ടുവീഴ്ചയില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 8,000-ലേറെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ശമ്പളം മുടക്കിയതായി റിപ്പോർട്ട്. LDFന് നേട്ടം ഉണ്ടായില്ലെങ്കിലും ഇടതുപക്ഷത്തിന് ഒരു ക്ഷതവും ഉണ്ടായിട്ടില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ. പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് തോറ്റതിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി വോട്ടിലെ ഗണ്യമായ ചോർച്ചയിൽ അന്വേഷണമുണ്ടായേക്കും. സംഘപരിവാറിനെ നേരിടാൻ കോൺഗ്രസ് ആണ് നല്ലതെന്ന് മലയാളികൾ ചിന്തിച്ചെന്നും അതാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തിന് കാരണമെന്നും INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ. മലയാളിക്ക് BJP ജയിപ്പിക്കാൻ ഒരു മടിയുമില്ലെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPയുടെ വിജയശില്പി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെന്ന് BJP കേരള ഘടകത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. താൻ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്നും ഒരു പ്രദേശത്തിൻ്റെ പ്രതിനിധിയെ ആർക്കേണ്ടതില്ലെന്നും നിയുക്ത MP സുരേഷ് ഗോപി. K മുരളീധരനെ അനുനയിപ്പിക്കാൻ കോഴിക്കോട്ടെ വീട്ടിലെത്തി KPCC അധ്യക്ഷൻ K സുധാകരൻ. കേരളത്തിൽ മഴ അതിശക്തമാകുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കാൽപന്ത് കളിയുടെ നായകൻ സുനിൽ ഛേത്രി ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. രാവിലെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.